ഒന്നിച്ച സഹോദരങ്ങളുടെ മധ്യേ മാനിക്കുന്ന ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന ദൂത് ദൈവത്തിൻ്റെ പൈതലേ, നീ ദൈവത്തിന് വിലയേറിയതാ. 1 ശമൂവേലിൻ്റെ പുസ്തകം 16 അധ്യായം 13 വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെഴുത്ത് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. നീ ദൈവത്തിന് വിലയേറിയതാ, ഇത് ദൈവം തെളിയിക്കും. അതിനുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ പൈതലേ നിൻ്റെ മേൽ ദൈവം കണ്ടിട്ടുണ്ട്. ഇത് ദൈവം തെളിയിക്കുന്നത് വരെ, വെളിപ്പെടുത്തുന്നത് വരെ മനുഷ്യരുടെ കണ്ണിൽ, സഹോദരങ്ങളുടെ കണ്ണിൽ നീ വില കുറഞ്ഞ വ്യക്തിയായിരിക്കും. എന്നാൽ ഈ സ്ഥിതി മാറും. ഇന്ന് വരെ സഹോദരങ്ങൾക്കോ ചേർന്ന് നിൽക്കുന്നവർക്കോ അറിയത്തില്ല എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് മനസ്സ് തകരണ്ട, മനസ്സ് ക്ഷീണിക്കണ്ട. ഈ വാഗ്ദത്ത ദൂത് വിശ്വസിച്ചു സമൂഹമധ്യേ ആയിരിക്കുന്ന തലത്തിൽ ഏറ്റവും ചെറുത്, വില ആരും കൽപ്പിക്കുന്നില്ല എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത, നീ ദൈവത്തിന് വിലയേറിയതാ. അത് ദൈവം വെളിപ്പെടുത്തും. ആ നിലയിലാ ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുന്നത്. മനുഷ്യർ നോക്കുമ്പോൾ ഒരുപാട് കുറവുകളും ഒരുപാട് ബലഹീനതകളും അവർ ചൂണ്ടിക്കാണിക്കും. എന്നാൽ ദൈവം നോക്കുന്നത് നിൻ്റെ മേൽ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്, ഒരുപാട് ദൈവപ്രവർത്തികൾ വെളിപ്പെടാനുണ്ട്. അതാ കർത്താവിൻ്റെ കണ്ണിൽ ഇന്ന് ദർശിക്കുന്നത്. ഇന്നാരോടോ ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, ഈ സ്ഥിതി മാറ്റി സഹോദരങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ചാഞ്ഞിറങ്ങും. ഒരത്ഭുതം, ഒരു ദൈവപ്രവൃത്തി കൂടാരത്തിൽ നിശ്ചയമായി വെളിപ്പെടുത്തുക. ദാവീദ് വില കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. നമുക്കത് ആ ചരിത്രം തിരുവെടുത്ത് വളരെ വ്യക്തമാ. എന്നാ വചനം പറയുന്നു, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല. ശൗമൻ്റെ വാക്കാണ്. കാത്തിരിക്കേണ്ട അവസ്ഥ വരുക. തള്ളിക്കളഞ്ഞവനെ, വില കുറഞ്ഞ് ഒരു വിലയും കൊടുക്കാത്തവനെ ആ ഒരു തലത്തിൽ ദൈവം എത്തിച്ചില്ലേ? കാത്തിരിക്കുക, അവൻ വന്നിട്ടല്ലാതെ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ ക്ഷണിക്കുന്നൊരു സമയമുണ്ട്, നിന്നെ കാത്തിരിക്കുന്നൊരു സമയമുണ്ട്. നിന്നെ ഉപേക്ഷിച്ചവർ, നിന്നെ തള്ളിക്കളഞ്ഞവർ, നിനക്ക് യാതൊരു വിലയും തരാത്തവർ കാത്തിരിക്കുന്നൊരു സമയമുണ്ട്. വചനം എത്രയോ സത്യമായി യാഥാർത്ഥ്യമായി വെളിപ്പെടുത്തുക. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. അവൻ വരണം. കണ്ടോ, ദൈവത്തിൻ്റെ പൈതലേ, ദാവീദ് വരണം, ദാവീദ് വരണം. വേണ്ട എന്ന് നിർണയിച്ചെടുത്ത് അവൻ വേണം. ഇതാ ഇന്നത്തെ ദൂത്. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന ദൈവശബ്ദം വിലയുള്ളതാക്കി തീർക്കുന്ന ദൈവിക ഇടപെടൽ, വില തരുന്ന ദൈവ പദ്ധതി ഇതാ വെളിപ്പെട്ട് വരാൻ പോവാ. സഹോദരങ്ങൾ കാണുന്നത് ദൈവം മാനിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുക. ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ നടുവിൽ, പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങുന്നത് ദൈവം പ്രവർത്തിച്ചു, ദൈവം വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കി, ദൈവം ഒരുക്കിയത് കരത്തിൽ തന്നു. അങ്ങനെ അപ്രകാരം തന്നെ ദൈവിക ഇടപെടൽ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു. നീ ദൈവത്തിന് വിലയേറിയതാ. അത് തെളിയിക്കും ദൈവം, അത് വെളിപ്പെടുത്തും ദൈവം. ആ വാഗ്ദത്തങ്ങളെ തന്നെ ജീവിതത്തിൻ്റെ കൂടാരത്തിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോവാ. ഇന്ന് ആഴമായി കുടുംബങ്ങളോട് ദൈവം ദൂത് വെളിപ്പെടുത്തുക. ഇന്നത്തെ വില കുറഞ്ഞ അവസ്ഥ, ദൈവത്തിൻ്റെ പൈതലേ, നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. വിലയേറിയ വാഗ്ദത്തം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ
ജീവിതത്തിൻ്റെ ഉള്ളിലുണ്ട്, അത് പുറത്തു വരും, അത് വെളി വരും. ആ നിലവാരത്തിൽ ദൈവം മാനിക്കും. അവൻ വന്നിട്ടല്ലാതെ ഇതുപോലൊരു ദൈവപ്രവൃത്തിയുണ്ട്. കാത്തിരിക്കും. വേണ്ട എന്ന് പറഞ്ഞവർ കാത്തിരിക്കും. ആ നിലയിൽ ദൈവം മാനിക്കും, ദൈവം ഉയർത്തും, ദൈവം സഹായിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ മറഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവം മാനിക്കാൻ പോകുന്നതിനായി, ദൈവം വിലയുള്ളതാക്കി തീർക്കാൻ പോകുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചവരുടെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണം, സഹായിക്കണം, ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.